ആദ്യം ശ്രീ ബൈജു കൊട്ടാരക്കര, പലതവണ ഈ ചർച്ചകളിൽ താങ്കൾ തന്നെ പറഞ്ഞതാണ് ഇതൊക്കെ ഈ പുറത്ത് കേൾക്കപ്പെടുന്ന പേരുകൾക്കപ്പുറത്തേക്കുണ്ട് ഈ കണ്ണികളൊക്കെ എന്ന് പറഞ്ഞതാണ്. അതുമാത്രമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ മലയാള സിനിമ തിയേറ്ററുകളിൽ ഉറ്റുനോക്കുന്ന പടത്തിന്റെ സംവിധായകനടക്കം, അതായത് യുവനിരയുടെ പ്രതീക്ഷ എന്ന് വിളിക്കപ്പെടുന്ന സംവിധായകനടക്കം ലഹരി കേസുകളിൽ അകത്താകുമ്പോൾ ഇതിലും വലുത് ഇനിയുമുണ്ട് അണിയറയിൽ, ഇനിയും കുടുങ്ങാനുണ്ട് വമ്പൻ സ്രാവുകൾ എന്നുകൂടി പ്രേക്ഷകർ കരുതേണ്ടി വരുമോ ഈ സമയത്ത്? ശരിക്കും ഈ മലയാള സിനിമാ രംഗത്ത് ഇത് പിടികൂടിയിട്ട് കാലം കുറയാണ്. ഇത് ഇന്നലെ തുടങ്ങിയൊന്നുമല്ല. കഞ്ചാവിനെ മഹത്വവൽക്കരിക്കുന്ന അല്ലെങ്കിൽ ലഹരിയെ മഹത്വവൽക്കരിക്കുന്ന സിനിമകൾ വരെ മലയാളത്തിലുണ്ടായി. അന്നൊന്നും ആർക്കും ഇതൊന്നും പറയണ്ടായിരുന്നു, ചോദിക്കണ്ടായിരുന്നു. അതിങ്ങനെ ലൊക്കേഷനുകളിൽ വളർന്ന് കാരവൻ സംസ്കാരമായി. ഈ കാരവൻ സംസ്കാരമായപ്പോൾ സ്റ്റീം എഞ്ചിനിൽ കയറുന്നതിന് കഷ്ടമായിട്ടാണ് കാരവനിൽ ഇരിക്കേണ്ടി വരുന്നതെന്ന് പല നടീനടന്മാരും പറഞ്ഞിട്ടുണ്ട്. അത് ഒരു വശത്ത്. എന്നിട്ടും ആർക്കും അനക്കമില്ല. ഇത് 2015 ഷൈൻ ടോം ചാക്കോയെ അന്ന് കൊക്കൈനുമായി, കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസാന്ന് ഓർക്കണം, ആ കേസുമായി അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇയാളെ കോടതി വെറുതെ വിട്ടു. ഈ വെറുതെ വിട്ടതിന്റെ ജഡ്ജ്മെന്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ വളരെ വ്യക്തമായി ആ ജഡ്ജ്മെന്റിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് പോലീസിന്റെ അനാസ്ഥ, എക്സൈസിന്റെ അനാസ്ഥ എല്ലാം വളരെ വ്യക്തമായി അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ പോലീസുകാരും അല്ലെ എക്സൈസും ആ കേസോട് കാണിച്ച ഒരു അനാസ്ഥ എന്നുള്ള കാര്യം. അതിനുശേഷമാണ് ഈ ഷൈൻ ടോം ചാക്കോയെ, അതേപോലെ പ്രയാഗ മാർട്ടിൻ, ശ്രീനാഥ് വാസി ഇവരെയൊക്കെ എക്സൈസ് ഒരിക്കൽ പിടികൂടുന്നത്. ആ സമയത്ത് വീണ്ടും ഇയാളെ കുറിച്ച് കുറെ ചർച്ചകൾ വന്നു. ഷൈൻ ടോം ചാക്കോയെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നൊക്കെ ചർച്ച വന്നു. ലൊക്കേഷനുകളിൽ ലഹരി പരിശോധന നടത്തണം എന്ന് വന്നപ്പോ മലയാള സിനിമയിലെ ഏറ്റവും വലിയ, അല്ലെങ്കിൽ മലയാള സിനിമയിലെ ഒരു സംഘടനയായ ഫെഫ്ക എന്ന സംഘടനയും അതിന്റെ സാരഥികളുമാണ് പറഞ്ഞത്, ലൊക്കേഷനുകളിൽ ഒരു കാരണവശാലും പരിശോധന നടത്താൻ പാടില്ല, ഞങ്ങൾ അതിനെ ശക്തമായി ചേർക്കും എന്ന് പറഞ്ഞ ആളുകളാണ്. അന്ന് നിർമ്മാതാക്കളുടെ അസോസിയേഷനിൽ പല ആളുകൾക്കും ഈ സർക്കാരിന്റെ അഭിപ്രായത്തോട് സത്യം പറഞ്ഞാൽ അവർക്ക് അനുകൂലമായിരുന്നു. ലൊക്കേഷനുകളിൽ പരിശോധിക്കണം, കാര്യം ഈ ലൊക്കേഷനുകളിൽ ഇങ്ങനെ യവന്മാരെ പോലുള്ള ആളുകളെ അഴിഞ്ഞാടാൻ വിടരുത് എന്ന്, ഇത് സത്യസന്ധമായി പടമെടുക്കാൻ വരുന്ന അല്ലെങ്കിൽ നേരായ മാർഗത്തിലൂടെ സിനിമ എടുക്കാൻ വരുന്ന നിർമ്മാതാക്കൾക്ക് അന്നറിയാമായിരുന്നു. അവരത് പറഞ്ഞിട്ടും ഇത് എവരിത് അന്ന് പാടെ തിരസ്കരിച്ചു. ലൊക്കേഷനുകളിൽ പോലീസ് കയറിയാൽ എന്താണ് കുഴപ്പം? എനിക്ക് അതാണ് അറിയാൻ കഴിയാത്തത്. ലൊക്കേഷനുകളിൽ പോലീസും എക്സൈസും കയറിയാൽ എന്തെങ്കിലും മാന പിടിഞ്ഞു വീഴൂ? ഒന്നുമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അവര് അന്ന്, അല്ലെങ്കിൽ സിവിൽ ഡ്രസ് കയറാമായിരുന്നു. അന്ന് പോലീസോ എക്സൈസോ കയറാതിരുന്നതിന്റെ ഫലമാണ് ഇപ്പോ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഷൈൻ ടോം ചാക്കോ തന്നെ ഇപ്പോ ഒരു ഘട്ടത്തിന്റെ 3ാം നിലയിൽ നിന്ന് താഴെ എടുത്ത് കുളത്തിൽ ചാടി, അല്ലെ സ്വിമ്മിംഗ് പൂളിൽ ചാടി, സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇറങ്ങി ഓടി ബൈക്കിൽ കയറി പൊള്ളാച്ചി പോയ സംഭവം ഈ അടുത്ത ദിവസമായിരുന്നു. എന്നിട്ട് അയാൾ തന്നെ റീലുകളും ഒക്കെ ഇട്ട് ഈ പറഞ്ഞ മാധ്യമങ്ങളെയും അതേപോലെ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു ഓരോ ദിവസവും മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതും ആൾക്കാർ കണ്ട് ചിരിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം കാണാം ഷൈൻ ടോം ചാക്കോ തന്നെ ആ കേസിൽ നിന്ന് ഈ വിൻസി അലോഷ്യസിന്റെ കേസ് കൂടി വന്നപ്പോ അവർ നിയമപരമായി പരാതി കൊടുത്തില്ല. ഒന്നുകിൽ വിൻസി അലോഷ്യസിനെ ആരെങ്കിലും ഭയപ്പെടുത്തിയിരിക്കാം, ഇല്ലെങ്കിൽ ഇനി മേലിൽ സിനിമയിൽ ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടിയെ കൊണ്ട് ഈ ആളുകളെല്ലാം കൂടി ചേർന്ന് അവരുടെ കേസ് പോലും പിൻവലിപ്പിച്ച് രമ്യതയിലാക്കി. എന്നിട്ട് ഈ സിനിമയുടെ നിർമ്മാതാവിനെ ഫെഫ്ക എന്ന് പറയുന്ന സംഘടന വിളിച്ചു വരുത്തി. ഇവർക്ക് എന്ത് അധികാരമാണ് ഒരു നിർമ്മാതാവിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ? ഇവരെ ആരാണ് ഇത് ഏൽപ്പിച്ചത്? നിർമ്മാതാക്കളുടെ മേഖലയിൽ കുതിര കയറാൻ വേണ്ടി ആയോ ഒരു സംഘടന, ഒരു ടെക്നീഷ്യൻ സംഘടന? അങ്ങനെ ആ സംഘടന വിളിച്ചു വരുത്തിയിട്ട് അവര് ഗർഭാവകാശൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ വി ഉണ്ണികൃഷ്ണൻ ഇവരോട് ക്ഷമിച്ചു, അങ്ങനെ ക്ഷമിപ്പിച്ചു എന്ന് വേണം പറയാൻ. അതിന്റെയൊക്കെ അർത്ഥം എന്ന് പറയുന്നത് ആ ക്ഷമിച്ചു എന്ന് പറയുന്നതിന്റെ തലേ ദിവസം ഈ ഷൈൻ ടോം ചാക്കോ ഒരു എറിഞ്ഞിരുന്നു. ഞാനത് പല ചാനലുകളിലും പറഞ്ഞിരുന്നു, ന്യൂസ് 8ലും പറഞ്ഞിരുന്നു എന്നാണ് എന്റെ വിശ്വാസം. അത് ഒരു മുന്നേറുള്ള ഏറായിരുന്നു. കാരണം മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടനും അയാളുടെ ഭാര്യയും അതൊരു സിനിമാ കുടുംബത്തിൽ നിന്ന് തന്നെ ഉള്ള ആളുകളാണ്. അവര് ഈ ലഹരി ഉപയോഗിക്കുന്നു, ഇതിന്റെ വിപണനം മറ്റൊരു സ്ഥലത്തുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇത് ശ്രീ മനോജ് എബ്രഹാം എന്ന് പറയുന്ന നമ്മുടെ ADGPക്ക് ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിയാം. 26-ാം തീയതി ഒരു മീറ്റിംഗ് വെച്ചിരുന്നതാണ്. ആ മീറ്റിംഗ് ഇപ്പൊ ക്യാൻസൽ ചെയ്തു. അത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ആ പോസ്റ്റിൽ നിന്ന് മാറ്റി മറ്റു സ്ഥലത്തേക്ക് പറഞ്ഞു വിട്ടത്? അപ്പൊ ഇത് ഈ നമ്മൾ പറയുന്നത് പോലെ
ഇത്ര നിസ്സാരമല്ല. അത്യന്തം രൂക്ഷമായിട്ടുള്ള ചില ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അതായത് ഇങ്ങനെ വലിയ പ്രതികളുണ്ട്, പലരുടെയും പേരുകൾ പുറത്ത് പറയാതെ പരക്കുന്ന സമയമാണ്. ഇങ്ങനെയുള്ളവരൊക്കെ സംരക്ഷിക്കാൻ മുകളിൽ നിന്ന് പോലും ഇടപെടലുകൾ നടത്തുന്നു, ആ തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരെ പോലും മാറ്റുന്നു അന്വേഷണത്തിൽ നിന്ന് എന്നൊക്കെയുള്ള ആരോപണമാണോ താങ്കൾ നേരിട്ട് ഉന്നയിക്കുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്, യാതൊരു സംശയമില്ല. അതിനകത്ത് നടി ആക്രമിക്കപ്പെട്ട കേസിനകത്ത് ആ പറഞ്ഞതുപോലെ വിചാരണ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പല്ലേ ADGP ശ്രീജിത്തിനെ മാറ്റിയത്? അതുപോലെ തന്നെയാണ് ഈ കേസും. ഷൈൻ ടോം ചാക്കോ എപ്പോ പറഞ്ഞു ഒരു പ്രമുഖ നടനും നടിയും ഒക്കെ ഇതിനകത്തുണ്ട് എന്ന് പറഞ്ഞതിന്റെ തൊട്ട് പിന്നാലെ അത് ഫെഫ്ക എന്ന സംഘടന വിളിച്ചത് കോംപ്രമൈസ് ചെയ്ത് കളയുന്നു, അവരെ ക്ഷമിച്ചു എന്ന് പറയുന്നു. അതിന്റെ തൊട്ട് പിന്നാലെ മനോജ് ഇബ്രാഹിം എന്ന് പറയുന്ന പോലീസ് ഓഫീസർക്ക് അവിടുന്ന് സ്ഥലമാറ്റം ഉണ്ടാകുന്നു. 26-ാം തീയതി വെച്ചിരുന്ന മീറ്റിങ്ങുകൾ മുഴുവൻ മാറ്റുന്നു, എല്ലാ സംഘടനകളെയും വിളിച്ച് സംസാരിക്കാന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോ അതുപോലും മാറി. കേൾക്കാമോ ശ്രീ ബൈജു കൊട്ടാരക്കര? കേൾക്കാം, ഞാൻ പറഞ്ഞോളാം. അവർ പോയതാണ്, ഞാൻ പറഞ്ഞോളാം. അതായത് അങ്ങനെ ആ മീറ്റിങ്ങുകൾ പോലും ക്യാൻസൽ ചെയ്തു എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉന്നതർ ഇടപെട്ടിട്ടില്ല എന്നാണ് എന്നുള്ളതിന് എന്താണ് അതിന്റെ മറുപടി? എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ തീർച്ചയായും ഈ ആളുകളൊക്കെ ഇതിനകത്ത് ഇത് രാഷ്ട്രീയ ഭേദമന്യേ, കക്ഷി ഭേദമന്യേ, അല്ല, അതായത് അല്ല, ഒറ്റ കാര്യം, ഈ ഒക്ടോബറിൽ 2024 ഹൈക്കോടതി ഇടപെട്ട ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ സെറ്റുകളിൽ അന്വേഷിക്കാൻ ഡ്രഗ് യൂസുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലും കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ള ആരോപണങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ മുകളിൽ തട്ടിൽ നിന്ന് തന്നെ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ സ്വാധീനം ചെലുത്തിക്കൊണ്ട് ചിലരുടെ പേരുകൾ പുറത്തു വരാതെ നോക്കുന്നു. ഈ ചിലരുടെ പേരുകൾ എന്ന് പറയുമ്പോൾ അത് ആരുടെ പേര് വേണമെങ്കിലും ആകാം, അത് പലതരത്തിലുള്ള ലേബലുകൾ മുൻപും പലരും കൊടുത്തിട്ടുണ്ട്. ജി സുരേഷ് കുമാർ അടക്കം ഇതൊക്കെ ഒരുപക്ഷെ ആരൊക്കെയാണ് ആ പേരുകളിൽ നിന്ന് സംശയം തോന്നുന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ മുൻപ് ഉന്നയിച്ചിട്ടുണ്ട്. മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറഞ്ഞുള്ള ലേബൽ അടിച്ചുകൊണ്ടുള്ള പരാമർശങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത്. അങ്ങനെയൊക്കെ ഒരുപക്ഷെ പ്രേക്ഷകർ ഞെട്ടും. ഈ യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊക്കെ എവിടെയാണ് ഇതിന്റെ ഉറവിടം എന്നറിഞ്ഞാൽ എന്നുകൂടിയാണോ ശ്രീ ബൈജു കൊട്ടാരക്കര പറയുന്നത്? ഇതിന്റെ ഉറവിടം കണ്ടുപിടിക്കാനായിട്ട് ഈ എക്സൈസുകാർ എന്തുകൊണ്ട് പോകുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് ഞാൻ മറ്റൊരു ചർച്ചയില് ഒരു എക്സൈസിന്റെ ഒരു റിട്ടയർഡ് കമ്മീഷണർ മറ്റും ഉണ്ടായിരുന്നു. അദ്ദേഹം പറയും ഞങ്ങൾ അതിന്റെ ഉറവിടം കണ്ടുപിടിച്ചു. എവിടെ കണ്ടുപിടിച്ചു? ഏതെങ്കിലും ഒരു കേസിന്റെ ഉറവിടമെങ്കിലും ഈ എക്സൈസുകാർ കണ്ടുപിടിച്ചായിട്ടെന്ന് പറയട്ടെ. ഇവരെല്ലാം ഈ എക്സൈസിനെ കുറിച്ച് വലിയ വേദാക്ഷേപങ്ങൾ നടക്കുന്നുണ്ട് പറഞ്ഞ. അതായത് ഈ പല സ്ഥലങ്ങളിലും ഇടുക്കി ഉൾപ്പെടെയുള്ള അവാർഡുകൾ, സർക്കാരിന്റെ അവാർഡുകൾ മേടിച്ചിട്ടുള്ള ഒരു എക്സൈസ് ഇൻസ്പെക്ടർ അടക്കം ഇവരൊക്കെ ഈ 1 കിലോ 1 കിലോ ഒക്കെ സാധനങ്ങൾ പിടിച്ചാൽ 1 ഗ്രാമെന്നും 2 ഗ്രാമെന്നും ഒക്കെ എഴുതി വെക്കും കേസ് ഫയലിൽ. എന്നിട്ട് ഈ പ്രതിയെ വെറുതെ വിടത്തക്ക രീതിയിൽ വിടും. എന്നിട്ട് ഈ സ്ഥാപനം ഇവർക്ക് തന്നെ തിരിച്ചു വിൽക്കും. ഇതിന്റെ പിരിവ് മാസം നടത്തുന്നു എന്ന് വരെയുള്ള ആക്ഷേപങ്ങളുണ്ട് ഈ നാട്ടിലാണ് നടക്കുന്നത്. ഇപ്പൊ 8000 കേസോ മറ്റോ ഈ വർഷം പിടിച്ചു എന്നാണ് പറയുന്നത്. 8000 കേസ് പിടിച്ചെങ്കിൽ ഈ 8000 കേസിൽ എത്ര കേസുകൾക്ക് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്? ഒരു കാര്യം കൂടെ ഞാൻ ശ്രീനാഥ് ഭാസി, ഷൈൻ ടോം ചാക്കോ കേസുകൾ വരുന്നു, കുറച്ച് സമയത്തേക്ക് ഇവർ മാറ്റി നിൽക്കുന്നു. പിന്നെ ഈ കേസുകൾ സ്വാഭാവികമായിട്ട് ഇതിന്റെ ക്വാണ്ടിറ്റി ഒക്കെ വിഷയമായതുകൊണ്ട് ഇതിൽ കൂടുതൽ നടപടികളിലേക്ക് പോകുന്നില്ല. തിരികെ എത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എത്തിക്സ് ഈ വിഷയമായി പുലർത്തണം എന്ന് മലയാള സിനിമ ഇൻഡസ്ട്രി എന്തുകൊണ്ട് വിചാരിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇവർക്കെല്ലാം പ്രധാനപ്പെട്ട സിനിമകളിൽ ഇടം നേടുന്നു, സൂപ്പർ താരങ്ങളടക്കം ഇവരുടെ ക്യാരക്ടർ പോസ്റ്ററുകൾ ഷെയർ ചെയ്യുന്നു. അതായത് പിന്നെ മലയാള സിനിമയ്ക്ക് ഇത് വലിയ നാടൻ കെട്ട വിഷയമൊന്നുമില്ല. സത്യത്തിൽ ലഹരി ഉപയോഗം, ലഹരി കേസുകൾ പെടുക എന്നുള്ളത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യം മാത്രമായിട്ടാണോ ഫിലിം ഫ്രട്ടേണിറ്റി കാണുന്നത്? അത് തന്നെയാണ് കാരണം. ഈ സംഘടനകളും ഒക്കെ സത്യം പറഞ്ഞാൽ ഈ വായി പഴംതിരിയിരിക്കുന്ന രീതിയിലാണ് പലരും ഇരിക്കുന്നത്. ഈ നിർമ്മാതാക്കളുടെ അസോസിയേഷൻ ചേംബറിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ടാണല്ലോ ഇപ്പോ അവിടുത്തെ നിർമ്മാതാവിനെ വിളിച്ചിട്ട് ഈ ഫെഫ്ക പോലുള്ള സംഘടന വന്നിട്ട് ഈ ക്ഷേമ പറച്ചിലും കാര്യങ്ങളുമായിട്ടൊക്കെ പോയത്. എന്ത് കാര്യത്തിനായിരുന്നു അത്? ഇവരൊക്കെ ഇല്ലേ എല്ലാത്തിനും തടയിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയെയും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ മാറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞ സമയത്താണ് ഈ പറഞ്ഞ വി ഉണ്ണികൃഷ്ണൻ തന്നെ ഈ ഫെഫ്ക അത് പറഞ്ഞിരുന്നു ഇവരുടെ ഒരു പ്രാവശ്യം ക്ഷമിച്ചേക്കാം. എന്തിനാണ് ക്ഷമിച്ചതെന്നറിയാമോ? ഫെഫ്കയുടെ ഇപ്പോഴത്തെ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന ഒരു സോഹൻലാൽ ഉണ്ട്. ഈ സോഹന്റെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ വേണ്ടി. അപ്പോ ഓരോരുത്തർക്കും അവരവരുടെ ലാഭത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് പറയും. അത് മാത്രമല്ല ഈ സിനിമകളിലേക്ക് ഇറക്കുന്ന ഈ കോടിക്കണക്കിന് രൂപ എവിടെ നിന്ന് വരുന്നു എന്ന് സർക്കാർ അന്വേഷിക്കണ്ടേ? ഇവിടുത്തെ ഇൻകം ടാക്സ് അന്വേഷിക്കണ്ടേ? ഇവിടുത്തെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഒന്ന് അന്വേഷിച്ച് നോക്കട്ടെ. ഈ സിനിമകളുടെ നിർമ്മാതാക്കൾ ആരാണ്?
ഏതെങ്കിലും സിനിമകൾ പരാജയപ്പെട്ടിട്ട് എവരാരെങ്കിലും പിന്നെ തൂങ്ങിച്ചാവാൻ നിന്നായിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. 1260 കോടി രൂപയോളം നഷ്ടപ്പെടുന്നു കഴിഞ്ഞ വർഷം മലയാള സിനിമയ്ക്ക്. 400ഓളം സിനിമകൾ റിലീസാകാനുണ്ട്. ഈ 400ഓളം സിനിമകൾ റിലീസാവാനുള്ളതിൽ ഈ പറയുന്ന മാന്യന്മാരുടെ, ഈ കഞ്ചാവടിച്ച് കിടക്കുന്ന ഈ മാന്യന്മാരുടെ എത്രയോ സിനിമകളുണ്ട്. എന്നാൽ എവരെ ആരെയും ഇനി സിനിമകളിൽ സഹകരിപ്പിക്കുന്നില്ല. ഇങ്ങനെ കേസുകളിൽ പെടുന്നവരോ അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ സംശയമുള്ള ആളുകളെ എന്റെ സിനിമയിൽ വേണ്ട എന്ന് തന്റെ ഇടത്തോടെ പറയാൻ മലയാള സിനിമയിൽ എത്ര പേരുണ്ട്, എത്ര സംവിധായകരുണ്ട്, എത്ര ആർട്ടിസ്റ്റുകളുണ്ട്? അവരെ കൂടെ അഭിനയിക്കില്ല. ഇങ്ങനെ നടക്കുന്നവരോട് ഞങ്ങൾ അഭിനയിക്കില്ല. അല്ലെങ്കിൽ സ്ത്രീകളോട് ഇങ്ങനെ മോശമായി പെരുമാറുന്നവരോട് ഞങ്ങൾ ഇനി അഭിനയിക്കില്ല എന്ന് പറയാൻ ആരുണ്ട്? അല്ലെങ്കിൽ ഇങ്ങനെ കഞ്ചാവ് അടിച്ച് നടക്കുന്ന ആളുകളുടെ സിനിമ ഇനി ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ ആ സിനിമകൾ തിയേറ്ററിൽ പ്രദർശിപ്പിക്കില്ല. പ്രധാനപ്പെട്ട 3 പേരുടെ പേര്, സമീർ താഹിർ, അഷ്റഫ് ഹംസ, ഖാലിദ് റഹ്മാൻ, അങ്ങനെ 3 പേരുടെ പേര് പുറത്തു വരുന്നുണ്ട്. അതായത് പരിപൂർണമായിട്ട് ഇതൊന്നും ഒതുക്കപ്പെടുന്നില്ല. അതോ അതിലും വലിയ പേരുകൾ ഒളിച്ചു വെക്കാൻ വേണ്ടി കുറെ പേരുടെ പേരുകൾ പുറത്തേക്ക് വരുന്നു, അങ്ങനെയാണോ? അത് തന്നെയാണ് സത്യം. ഈ പറഞ്ഞ 3 പേര് മാത്രമൊന്നുമല്ല. ഇത് പിന്നെ ചില ആൾക്കാർ പറഞ്ഞ പോലെ ഇത് മൊത്തത്തിൽ അന്വേഷണം വരാമെങ്കിൽ ഇനി ബംഗാളികളെ ചിലപ്പോൾ മലയാളത്തിൽ അഭിനയിക്കാൻ കൊണ്ടുവരേണ്ടി വരും. ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു മലയാള സിനിമ. കാരണം അത്രത്തോളം വേരുകൾ മലയാള സിനിമയ്ക്ക് ആഴ്ന്നിറങ്ങി, ഈ ലഹരിയുടെ വേരുകൾ ആഴ്ന്നിറങ്ങിയിട്ടുണ്ട് മലയാള സിനിമയിലേക്ക്. അതുകൊണ്ടാണ് അവർ ഇത് വളരെ ശക്തിയുക്തം, ഇത് സർക്കാർ ഇതിനെ നേരിടണം എന്ന് പറയുന്നത്. നേരിടാൻ വേണ്ടി മന്ത്രിയുടെ ഒരു പ്രസ്താവന കൊണ്ടോ ഞങ്ങൾ അന്വേഷണം നടത്തുമെന്ന് പറയുന്നതുകൊണ്ടൊന്നും ആയില്ല. ഇതിന്റെ വേരിറക്കണമെങ്കിൽ ഈ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ളവനെ ഇത് കയ്യാമം വെച്ച് ഇവനെ നിയമത്തിന്റെ കീഴിൽ തന്നെ കൊണ്ടുവരണം. അല്ലാതെ ഇവരോട് ക്ഷമിച്ചു, ഇവരോട് സഹിച്ചു, ഇവൻ നല്ലവനായി വരട്ടെ, മറ്റവനെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടിടാം. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, മലയാള സിനിമയിലെ ഒരു പ്രമുഖ നടനടക്കം 3ഓളം ആളുകൾ ഇന്ന് ഡി അഡിക്ഷൻ സെന്ററിലുണ്ട്. പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, കാരണം അവരുടെ സുരക്ഷ ഓർത്തായിരിക്കും. ചിലപ്പോൾ നന്നായി നാളെ വന്നാലോ. 3 പേരുകൾ, ഒരു നടനും ഒരു നടിയും, അല്ലെ 2 നടന്മാരും ഒരു നടിയും ഡി അഡിക്ഷൻ സെന്ററിലാണ്. ഇപ്പോൾ അറിയാമോ നിങ്ങൾക്ക്? അല്ല ഇപ്പോൾ പ്രമുഖനായ ഒരു നടൻ. ഇത് എന്താണ് മലയാള സിനിമയ്ക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഇനി ഇറങ്ങി വരുമ്പോ ഇവര് 3 പേരും നല്ല രീതിയിൽ ഇറങ്ങി വന്നാൽ ഓക്കെ. ഇനി നല്ല രീതിയിൽ അല്ലെങ്കിൽ വീണ്ടും ഇതല്ലേ സംഭവിക്കാൻ പോകുന്നത്? ബൈജുകേട്ടൻ ഒറ്റ കാര്യം കൂടെ മറ്റുള്ളവർക്ക് പോകുന്നതിന് മുമ്പ്, ഈ മലയാള സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട ചില ചിത്രങ്ങളുടെ നിർമ്മാണവും ഷൂട്ടിങ്ങും ഒക്കെ ഈ ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട് മുടങ്ങിയിട്ടുണ്ട് എന്നുള്ള ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. പുറത്ത് പറയുന്നത് മറ്റ് കാരണങ്ങളാണ്, പക്ഷേ യഥാർത്ഥത്തിൽ സിനിമകൾ മുടങ്ങിയിരിക്കുന്നത് ഇത്തരം കേസുകളുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അതൊക്കെ സ്ഥിരീകരിക്കാവുന്നതാണോ? അതായത് മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സിനിമകൾ റിലീസായില്ലെങ്കിൽ എന്ത്, പടത്തിന് കോടിക്കണക്കിന് രൂപ നഷ്ടം വന്നാൽ എന്ത്, ഇവർ ചെലവാക്കുന്ന 5-10 കോടി രൂപ അവർക്ക് തിരിച്ചു പിടിക്കാൻ അവർക്കറിയാം. കാരണം 100 കണക്കിന് കോടി രൂപയുടെ ബിസിനസ്സാണ് കേരളത്തിൽ നടക്കുന്നത്. അത് സിനിമ ഇൻഡസ്ട്രി വഴിയാവുമ്പോൾ ഇവർക്ക് ഇത് എളുപ്പമാണ്, ഈ കച്ചവടം നടത്താൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇവർ ഈ പണം ഇറക്കുന്നത്. പണമിറക്കുന്നതിൽ ഡ്രഗ്സ് മാഫിയയുടെ ബിനാമികൾ ഉണ്ടോ ശ്രീ ബൈജു കൊട്ടാരക്കര? പണമിറക്കുന്നതിൽ 100% ഡ്രഗ്സ് മാഫിയയുടെ ബിനാമികൾ മലയാള സിനിമയിൽ പിടിമുറുക്കിയിരിക്കുന്നു. ഇവര് സിനിമകൾ നിർമ്മിക്കുന്നു. ഈ പറയുന്ന അല്ലെങ്കിൽ ഇന്ന് ഈ സിനിമകളൊക്കെ നിർമ്മിച്ചിരിക്കുന്ന ആളുകളെ ഒന്ന് എക്സൈസ് ഒന്ന് അന്വേഷിച്ച് നോക്കിയാണ്ട്, അല്ലെങ്കിൽ പോലീസ് അവരെ വിളിച്ചത് ചോദ്യം ചെയ്യേണ്ട രീതിയിൽ ചോദ്യം ചെയ്ത് നോക്കട്ടെ. അപ്പൊ വിവരം അറിയാം. ഈ നിർമ്മാതാക്കൾ, അങ്ങനെയുള്ള നിർമ്മാതാക്കൾക്ക് സത്യം പറഞ്ഞാൽ ഇത് എല്ലാവർക്കും അറിയാം. ഓക്കെ, ഞാൻ തിരികെ എത്താം ശ്രീ ബൈജു കൊട്ടാരക്കര. അല്പസമയം കൂടി ശ്രീ ബൈജു കൊട്ടാരക്കര, ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾ പോകുന്ന, എനിക്ക് നേരത്തെ പോകുന്ന എനിക്കറിയാം, ഞാൻ വരാം.